അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഈ കാണുന്ന ടബ്ബിലെ വാട്ടർ ചേഞ്ച് ആണ്. ഈ ടബ്ബിൽ കിടക്കുന്നത് പിങ്ക് ജയന്റ് ഗൗരാമിയാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ രണ്ടെണ്ണത്തിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരെയും നമ്മൾ ഇൻഡോർ വെച്ച് കണ്ടീഷൻ ചെയ്യുന്നതിനിടയ്ക്ക് ഒരെണ്ണം ചത്തു പോവുകയാണ് ഉണ്ടായത്. ആ ഒരെണ്ണം ചത്തു പോകാനായിട്ട് എന്താണ് കാരണം എന്നുള്ളതൊക്കെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇൻഡോർ ടെമ്പററി ആയിട്ട് വെച്ചിരുന്ന അവർ ഒറിജിനൽ വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. ആ മാറ്റിയതിന് ശേഷമാണ് അതിലൊരെണ്ണം ചത്തുപോയത്. അതെനിക്ക് തോന്നുന്നു സ്ട്രെസ് അടിച്ചിട്ട് എന്തോ സംഭവിച്ചതാണ്. പിന്നെ ഒന്നും നമ്മൾ നോക്കിയില്ല. ബാക്കി ഉണ്ടായിരുന്ന ഈ ഒരെണ്ണത്തിനെ നമ്മൾ ഈ ഒരു ടബിലേക്ക് മാറ്റുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായി നമ്മൾ ഇതിനകത്തിട്ട് ഇതിനെ വളർത്താൻ തുടങ്ങിയിട്ട് ഇത് വലുതായിട്ടുണ്ട്. ഇപ്പോൾ 4 ഇഞ്ചോളം ആയിട്ടുണ്ട് ഏകദേശം. ഫുഡൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട്. വെള്ളം നല്ല രീതിയിൽ ആൽഗെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്താ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് ഈ ചൂട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് വെള്ളത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഒന്നും വന്നാൽ നമ്മൾ പെട്ടെന്ന് അറിഞ്ഞു എന്ന് വരില്ല. കാരണം ഇങ്ങനെ ആൽഗയൊക്കെ അടിച്ച് എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വന്നൊന്ന് ചെക്ക് ചെയ്ത് വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ ആൽഗെ വന്നിട്ടുണ്ട്. ആൽഗെ വന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത്. ചിലപ്പോൾ അടിഭാഗത്ത് നല്ല രീതിയിൽ അഴുക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും. ഇത്തരം മീനുകളൊക്കെ ആൽഗെ വാട്ടറിൽ വളർത്തുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ പല വീഡിയോയിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെള്ളം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇങ്ങനെ പച്ച നിറത്തിൽ കിടക്കുമ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. pH അല്ലെങ്കിൽ അമോണിയ നൈട്രേറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്പൈക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഒന്നുകിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ റുട്ടീനായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ശരീരത്തിൽ പിങ്ക് കളർ കയറി വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. മുമ്പ് ഫുള്ള് വൈറ്റ് കളറായിരുന്നു. പിന്നെ ഇത് ചെറുതായതുകൊണ്ട് നമ്മൾ മുമ്പൊക്കെ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മളിത് ഇതിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് നമ്മളൊന്ന് 360 ഡിഗ്രി കാണിക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ വൈകിട്ടാണ്, ലൈറ്റ് കുറച്ച് കുറവാണെങ്കിലും അത്യാവശ്യം നല്ല ലൈറ്റ് വരുന്നുണ്ട്. അതിനെ ഇതിലേക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ചിനായിട്ട് ഹോസ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് വെള്ളം വലിച്ച് കളയാനുള്ള ഹോസും അതുപോലെ തന്നെ അതിലേക്ക് വെള്ളം റീഫിൽ ചെയ്യാനായിട്ടുള്ള 2 ഹോസുകൾ നമ്മളിത് താഴത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ വലിച്ച് കളഞ്ഞ് തുടങ്ങാം. പിന്നെ നമ്മൾ ഫുള്ള് വെള്ളം ഇതിൽ നിന്ന് കളയുന്നില്ല. അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊരു ഭാഗത്തിന് താഴെ ഇതിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള വെള്ളം നമ്മൾ വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ വെള്ളം വലിച്ച് കളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഇത് നമ്മൾ എന്താ പറയുക, ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോഴ്സിൽ വെള്ളം വലിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് താഴെ അവിടെ കോൺക്രീറ്റ് ബ്രിക്സുകൾ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇത് നമ്മൾ പുതിയൊരു ടാങ്കിന് ഞാൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞിരുന്നു ഒരു ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഏരിയയിലാണ്, അവിടെ റോസ് എടുക്കുന്നത് കണ്ടില്ലേ, ആ ഒരു ഏരിയയിലാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു കോൺക്രീറ്റ് ബ്രിക്സ് ഒന്ന് ലൈൻ ചെയ്ത് വെച്ച് ഒരു ചെറിയ ടാങ്ക്, അത് ചെടികൾ വളർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സാൽവീനിയ എന്ന് പറയുന്ന ആ ഒരു ചെടി വളർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോൺക്രീറ്റ് ബ്രിക്സ് നമ്മൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ റെഡ് ക്ലോ ക്രേഫിഷുകൾക്കൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ ഒരു ചെടി കൊടുക്കാനായിട്ട് ഇല്ല. കാരണം നമ്മൾ നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡുകളുടെ ടാങ്കിലായിരുന്നു അത് വളർത്തിയിട്ടുണ്ടായിരുന്നത്. ആൽഗെ വന്നപ്പോൾ ആ ഒരു ചെടി കേടായി പോകാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ആ ഒരു ടാങ്കിൽ, നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡുകളുടെ ടാങ്കിൽ ഇപ്പോൾ അസോള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സാൽവീനെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ എന്തായാലും അതിലെ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടബിൽ. എന്തായാലും ഈ ഒരു മീനിനെ ഒന്ന് പിടിക്കാനായിട്ട് നോക്കാം. പിടിച്ച് നമുക്ക് ആ ഒരു കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് ഇടാം. ചില സമയങ്ങളിലൊന്നും നമുക്ക് ഇവരെ പെട്ടെന്ന് പിടിക്കാനായിട്ട് കിട്ടാറില്ല. ചില ഗൗരാമികളൊക്കെ ഭയങ്കര മൂവ്മെൻറ്റാണ്, അവർ വലയിലേക്കൊന്നും കയറില്ല. ഇത് എന്തായാലും വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കണ്ടില്ല, കുഴപ്പമില്ലാതെ തന്നെ നിൽക്കുന്നുണ്ട്, വല്ലാതെ അഗ്രഷനൊന്നും കാണിക്കുന്നില്ല. ശരിക്കും ഞാൻ ആ ഒരു കണ്ടെയ്നർ ഈ ഒരു ടബിൻ്റെ അടുത്തേക്ക് കൊണ്ടുവയ്ക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ വെച്ചില്ല. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഈ ഒരു വലയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ശരീരം ഡാമേജ് ആവും. അപ്പോൾ എന്തായാലും സേഫായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ആ ടബിലേക്ക് ഇടാൻ നേരത്ത് നമുക്ക് ഈ ഒരു കണ്ടെയ്നർ അവിടെ കൊണ്ടുവന്ന് വെച്ച് അവിടെ നിന്ന് ഡയറക്റ്റ് പിടിച്ചിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു പിങ്ക് ജയൻറ്റ് ഗൗരാമി. അപ്പോൾ ഇത് വാങ്ങുന്ന സമയത്ത് വൈറ്റ് കളറായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഫുൾ വൈറ്റ് ആയിരുന്നു. ഇതിൻ്റെ കണ്ണ് ബ്ലാക്കാണ്. ആൽബിനോയ്ക്കാണ് റെഡ് ഐ വരുന്നത്. ഈവൺ ആൽബിനോയ്ക്കാണെങ്കിൽ ഇതേപോലെ പിങ്ക് നിറം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ആൽബിനോയ്ക്ക് നമ്മൾ പിങ്ക് നിറം കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. അത് ഈ വൈറ്റിന് വരുന്നൊരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഈ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഈ ഒരു കളർ കയറി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വെറൈറ്റിയെ പിങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ മുമ്പ് ഇതിനെ വൈറ്റ് ബ്ലാക്ക് ഐ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിങ്ക് നമ്മൾ സെപ്പറേറ്റ് വെറൈറ്റി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളോട് 1-2 പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു ഇത് സെയിം തന്നെയല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ബ്രീഡറെ വിളിച്ച് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരനാണ് പറഞ്ഞത് ഈ വൈറ്റ് ബ്ലാക്ക് ഐ അല്ലെങ്കിൽ വൈറ്റ് ജയൻറ്റ് ഗൗരാമിയും ഈ ഒരു പിങ്കും സെയിം തന്നെയാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതായത് ഈ ചെറിയ സൈസുകളിലൊക്കെ ഇത്
വൈറ്റ് ആയിരിക്കും. പിന്നീട് ഈ ഒരു പിങ്ക് കയറി വരികയാണ് ചെയ്യുന്നത്. ഈ പിങ്ക് കയറി വരുന്നത് നമ്മൾ ലൈറ്റ് അടിക്കുന്ന ടാങ്കുകളിൽ ഇട്ടാലാണ് ഈ പിങ്ക് കളർ കൂടുതലായിട്ട് കയറി വരുന്നതെന്നാണ് ആ ഒരു ബ്രീഡർ നമ്മളോട് പറഞ്ഞത്. ഇതിൻ്റെ ശരീരത്തിൽ നല്ല രീതിയിൽ പിങ്ക് കളർ ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. മുകൾ ഭാഗത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഫിൻസിലൊക്കെ ഈ ഒരു പിങ്കിഷ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടബ് ഇരിക്കുന്നത് അത്യാവശ്യം ലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ടബിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല രീതിയിൽ ലൈറ്റ് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് ആൽഗെ നല്ല രീതിയിൽ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൺലൈറ്റ് നന്നായിട്ട് അടിക്കുന്ന വെള്ളത്തിലാണ് ആൽഗെ ഫോർമേഷൻ വരുന്നത്. ആൽഗെ ഫോം ചെയ്യുന്നത് നല്ലതാണ്, കാരണം ഇതിൻ്റെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന ആ ഒരു കളർ പ്രിസർവ് ചെയ്യാനായിട്ട് ആൽഗെ ഹെൽപ്പ് ചെയ്യും. അതായത് വല്ലാതെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാലും കളർ ഫെയ്ഡ് ആവാനൊക്കെ സാധ്യതയുണ്ട്. ഇതിൻ്റെ സൈസ് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 ഇഞ്ചോളം വരുന്നുണ്ട്. നമ്മൾ വാങ്ങിയപ്പോൾ ചെറിയ സൈസായിരുന്നു, 2-2.5 ഇഞ്ചൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു 4 ഇഞ്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടബിലിട്ടാണ് വളർത്തുന്നത്. ടബിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 6 ഇഞ്ച് വരെയൊക്കെ നമുക്ക് വളർത്താനായിട്ട് പറ്റും. അത് കഴിയുമ്പോൾ കുറച്ചും കൂടി വലിയ സ്പേസ് നോക്കേണ്ടി വരും. ഈ ജയൻറ്റ് ഗൗരാമികൾ വളർന്നു വരുമ്പോൾ ശരിക്കും അവരുടെ നീളമല്ല കൂടുന്നത്. അതായത് ആദ്യം തുടക്കത്തിൽ നമുക്ക് നീളമായിരിക്കും കൂടുന്നത്. പിന്നെ കുറച്ചങ്ങ് വലുതായി വരുമ്പോൾ അവരുടെ ആ ഒരു വണ്ണം ഉണ്ടല്ലോ, ഈ മുകളിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു വണ്ണവും പിന്നെ താഴേക്കുള്ള ആ ഒരു പരപ്പുമാണ് ഇങ്ങനെ കൂടി വരുന്നത്. അതായത് ഒരു ഓവറോൾ സൈസാണ് കൂടുന്നത്. ലെങ്ത്ത് അങ്ങനെ വല്ലാതെ കൂടുന്നതായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് സ്ലോ ആയിട്ടാണ് ലെങ്ത്ത് പിന്നീട് കൂടി വരുന്നത്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലത്തെ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, അതായത് അന്ന് നമുക്ക് ഏകദേശം അത് വലിയൊരു നീളം, അതായത് അതിൻ്റെ ബോഡി സൈസ് നല്ല രീതിയിൽ വലുതായിട്ടുണ്ട്. പക്ഷേ ലെങ്ത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 10 ഇഞ്ച് ആ ഒരു ലെവലിലേക്കാണ് വരുന്നത്. അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് വീണ്ടും വണ്ണം വയ്ക്കുമ്പോൾ നമുക്ക് സ്റ്റിൽ ഏകദേശം ആ ഒരു സെയിം സൈസ് തന്നെയായിരിക്കും തോന്നിക്കുക. ചിലപ്പോൾ 1 ഇഞ്ചൊക്കെ ആയിരിക്കും അത് നീളം വെച്ചിട്ടുണ്ടാവുക, പക്ഷേ ബോഡിക്ക് നല്ല സൈസ് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ജയൻറ്റ് ഗൗരാമിക്ക് നമ്മൾ ഫീഡായിട്ട് കൊടുക്കുന്നത് ചെറിയ സൈസ് പെല്ലറ്റാണ്. നമ്മുടെ ബീറ്റാ ഫിഷിനൊക്കെ കൊടുക്കുന്ന ആ ഒരു ചെറിയ പെല്ലറ്റാണ്. ഇനി കുറച്ച് വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ മൗത്ത് സൈസ് വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ പെല്ലറ്റിൻ്റെ സൈസ് കൂട്ടി കൊടുക്കുകയാണ് സാധാരണ മറ്റ് ജയൻറ്റ് ഗൗരാമികൾക്കൊക്കെ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനും ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞാലാണ് നമ്മൾ വെജിറ്റേറിയൻ ഫുഡായിട്ടുള്ള നമ്മുടെ ഈ ചെടികൾ കാര്യങ്ങളൊക്കെ അസോള അല്ലെങ്കിൽ സാൽവീനിയ പോലുള്ള ചെടികളൊക്കെ കൊടുക്കാറുള്ളത്. ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ ഒന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇതുവരെ. അസോളയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തു തുടങ്ങാം, കൊടുത്ത് ശീലിപ്പിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മളിതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഫീഡ് ചെയ്ത് നോക്കും ഇവർ കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ അസോള ഫീഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും വെറൈറ്റി ഇതുപോലെ ഒറ്റയ്ക്ക് വളർത്താനായിട്ട് തീരെ താല്പര്യമില്ല. അറ്റ്ലീസ്റ്റ് ഒരു പെയറെങ്കിലും വേണം. അപ്പോൾ ആ ഒരു ഒരെണ്ണം ചത്തുപോയതാണ് ഇപ്പോൾ ഇത് ഒറ്റയ്ക്കാവാനുള്ള കാരണം. അപ്പോൾ സാധാരണ മിനിമം ഞാൻ 2 എണ്ണമൊക്കെ വയ്ക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതലുണ്ട്. നമ്മൾ പല ബക്കറ്റുകളിലായിട്ട് കിടക്കുന്നുണ്ട്, നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആൽബിനോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 വലുതും പിന്നെ 2 ചെറുതും ഉണ്ട്. അപ്പോൾ ഇത് ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു പിങ്ക് ജയൻറ്റ് ഗൗരാമി. എപ്പോഴെങ്കിലും സാഹചര്യം കിട്ടുമ്പോൾ ഒരെണ്ണത്തിന് കൂടിയും വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബാക്കി വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം, അതുകൊണ്ടാണ് വെള്ളം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ക്രിസ്റ്റൽ ക്ലിയർ അല്ല, ചെറുതായിട്ട് ഒരു പച്ച കളർ കാണാം. കാരണം കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ടോപ്പപ്പ് ചെയ്യാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ കുത്തി ഒഴിക്കുന്നത് നല്ലതാണ്. അല്ലാതെ ഫുള്ളായിട്ട് നമുക്ക് മുക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇപ്പോൾ സാഹചര്യം ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നല്ല രീതിയിൽ ഓക്സിജൻ, അതായത് വെള്ളത്തിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ വരും. അപ്പോൾ വെള്ളം പെട്ടെന്ന് തന്നെ കണ്ടീഷൻ ആവും. കാരണം ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പഴയ വെള്ളം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് എല്ലാം ഉണ്ടായിരിക്കും. ഇതിനകത്ത് എയറേഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. എയറേഷൻ കൊടുക്കുന്നതാണെങ്കിൽ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ എയറേഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. വെള്ളം അടിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇതുപോലെ ബബിൾസ് വരുത്തിയിട്ട് അടിച്ചു കൊടുക്കാം. കണ്ടില്ല, ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാലും ഇത് നിറയും. പക്ഷേ ഇതിനകത്ത് എജിറ്റേഷൻ നടക്കുന്നില്ല, അതായത് വെള്ളം ഇളകുന്നില്ല. എജിറ്റേഷൻ ചെയ്താൽ മാത്രമാണ് വെള്ളത്തിനകത്ത് സർഫസ് ഈ എജിറ്റേഷൻ വന്നിട്ട് വെള്ളത്തിൽ ഓക്സിജൻ ഡിസോൾവ് ആവുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് എടുത്ത് നമ്മൾ ജസ്റ്റ് കുത്തി ഇങ്ങനെ കോരി ഒഴിച്ചാൽ മതി. നമ്മൾ വെള്ളമൊക്കെ മിക്സ് ചെയ്യില്ല, അതുപോലെ ഒരു കപ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഹൈറ്റിൽ ഇങ്ങനെ കുത്തി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴും നല്ല രീതിയിൽ വെള്ളത്തിലേക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ വരും. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് ഫിഷിന് വേണ്ടിയിട്ടുള്ള ഓക്സിജന് വേണ്ടിയിട്ടല്ല. ഇതിപ്പോൾ ജയൻറ്റ് ഗൗരാമി ആയതുകൊണ്ട് അവർക്ക് വെള്ളത്തിലുള്ള ഓക്സിജൻ കുറഞ്ഞാലും അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാനായിട്ട് അവർക്ക് പറ്റും. ഇത് മെയിനായിട്ടും പറയുന്നത് വെള്ളം കണ്ടീഷനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ അവരാണ് ഈ അമോണിയയും നൈട്രേറ്റ്സൊക്കെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പിന്നെ ഇത് ആൽഗെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ നാച്ചുറൽ ഫിൽട്രേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ആണ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഓക്സിജനും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഓക്സിജനേറ്റ് ചെയ്ത വെള്ളം തന്നെ വേണമെന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നൈട്രജൻ സൈക്കിൾ പ്രോപ്പറായിട്ട് നടക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഗൗരാമിന് ഇട്ട് വെച്ചിരുന്ന ആ കണ്ടെയ്നർ ഉണ്ടല്ലോ, നമ്മൾ ടബിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടെയ്നർ ഡയറക്റ്റ് അതിലേക്ക് ഒഴിച്ചാൽ മതിയായിരുന്നു. ഞാൻ അതിനകത്ത് ഫുള്ള് വെള്ളം നിറച്ചു. ശരിക്കും ഒരു പകുതി നിറച്ചതിന് ശേഷം ഈ കണ്ടെയ്നറിൽ നിന്ന് ഡയറക്റ്റ് ഈ വെള്ളത്തോട് കൂടി അങ്ങനെ ടബിലേക്ക് ഒഴിച്ചാൽ മതിയായിരുന്നു. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ ഫുള്ളായിട്ട് ടബിലേക്ക് നിറച്ചു. അപ്പോൾ ഇനി എന്തായാലും ഇതിനെ വല കൊണ്ട് പിടിക്കാതെ വേറെ നിവൃത്തിയില്ല.
പരമാവധി നമ്മൾ വല കൊണ്ട് പിടിക്കാതെ അവരിങ്ങനെ പിടപ്പിക്കാതെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പിങ്ക് ജയൻറ്റ് ഗൗരാമിയെ നമ്മൾ ഇതിലേക്ക് തിരിച്ച് ഇറക്കി വിട്ടിട്ടുണ്ട്. വെള്ളം ഈ ഒരു രീതിയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് അഡാപ്റ്റ് ആവാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം ക്രിസ്റ്റൽ ക്ലിയറായി ഈ ടബെല്ലാം ഉരച്ച് കഴുകി ഫുള്ള് വെള്ളം കളഞ്ഞ് നമ്മൾ ഫ്രഷ് വെള്ളം അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം കണ്ടീഷൻ ആവാനായിട്ട് കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ അതിനിടയിലൊക്കെ ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അസുഖം വരാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഇത്ര നാൾ അവർ കിടന്നിരുന്നത് കണ്ടീഷനായിട്ടുള്ള ഈ ഒരു പച്ച വെള്ളത്തിലാണ്. പെട്ടെന്ന് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയറിൽ വെള്ളത്തിലേക്ക് മാറ്റുമ്പോൾ അതിനകത്ത് ഈ ഒരു വെള്ളത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കില്ല. അത് കുറച്ച് സമയം എടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഈ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ ഫോം ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പഴയ വെള്ളം കുറച്ച് ഇതിനകത്ത് വെക്കണം എന്നുള്ളത്. ഇതിനകത്ത് എയറേഷൻ കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറേ കാലം വെള്ളം കണ്ടീഷനായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എയറേഷൻ കൊടുക്കാത്തത് കൊണ്ട് ഇതിനകത്ത് വാട്ടർ ചേഞ്ച് മസ്റ്റാണ്. അതായത് കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ ഒരു പിങ്ക് ജയൻറ്റ് ഗൗരാമിയുടെ വാട്ടർ ചേഞ്ചും ഗ്രോത്ത് അപ്ഡേറ്റും ആയിരുന്നു. ഗ്രോത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇപ്പോൾ ഏകദേശം 4 ഇഞ്ച് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് വീഡിയോകളൊക്കെ നമ്മൾ ഭാവിയിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.